നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ നമ്മുടെയോ ഒക്കെ കൈനഖത്തില് ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ കൈനഖത്തില് ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടാല് അത് നൽകുന്ന സൂചനകള്, അത് അർത്ഥമാക്കുന്നത്, ശാസ്ത്രപ്രകാരം അത് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യത്തെക്കുറിച്ച്, ഇത് ശാസ്ത്രപ്രകാരം എടുക്കുന്നത് ഇടതു കൈയുടെയോ അല്ലെങ്കിൽ വലതു കൈയുടെയോ പെരുവിരലിലുള്ള ചന്ദ്രക്കലയാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുന്നത് പെരുവിരൽ, അതായത് തള്ളവിരൽ എന്ന് പറയുന്ന വിരലിലെ ചന്ദ്രക്കലയാണ്. ഈ ചന്ദ്രക്കല തന്നെ പലർക്കും പല രീതിയിലാണ് വരുന്നത്. അതായത് ചില ആളുകൾക്ക് ഏകദേശം ഒരു 70% വലുതായിട്ടുള്ള രീതിയിലാണ് ചന്ദ്രക്കല വരുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് ഒരു 50% മാത്രമേ ചന്ദ്രക്കലയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾക്ക് ചന്ദ്രക്കല കൃത്യമായ ഷേപ്പിൽ, അതായത് 25% താഴെ ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഈ പറഞ്ഞ വിധത്തില് 3 രീതിയിലാണ് ആളുകൾക്ക് ചന്ദ്രക്കല വരുന്നത്. ഇത് പ്രത്യക്ഷപ്പെടുന്നതോടെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് പ്രത്യക്ഷപ്പെടാറുള്ളൂ. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ 3 ചന്ദ്രക്കലകളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠം, ഏറ്റവും കൂടുതൽ വിശിഷ്ടമായിട്ടുള്ള ചന്ദ്രക്കല ഏതാണ് എന്നും, അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണമെന്നും, അതായത് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇത് വരില്ലല്ലോ, എന്തെങ്കിലും തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ടാകും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് വരുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പ്രസ്താവനയിൽ നിന്നാണ് എടുത്തു പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചന്ദ്രക്കല നമ്മുടെ വിരലുകളിൽ വരുന്നത് എന്നതിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയപരമായിട്ട് ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പ്രസ്താവനയിലാണ് ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ഗുണം അധികരിക്കുമ്പോഴാണ് ഈ ചന്ദ്രക്കല കണ്ടു തുടങ്ങുന്നത്. അതായത് ഈ 3 രീതിയിലുള്ള ചന്ദ്രക്കലയാണെങ്കിലും ശരി, ദൈവിക ഗുണം അധികരിക്കുമ്പോഴാണ് ഒരാളിൽ കണ്ടു തുടങ്ങുന്നത്. അപ്പോ ഈ പറഞ്ഞ ദൈവിക ഗുണം ഏത് ഗുണമാണ്? സത്വഗുണമാണ്. ഈ പറഞ്ഞ ദൈവിക ഗുണം എന്ന് പറയുന്നത് സത്വഗുണമാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് 3 ഗുണങ്ങളാണ് ആകെയുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ 3 ഗുണത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടാണ് ഒരാൾ ദേവനാകുന്നതും അസുരനാകുന്നതും. അതായത് നമ്മുടെ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് ബാഹ്യ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, മൂക്കിൽ കൂടി മണക്കുന്നു, നാവിൽ കൂടി രുചിക്കുന്നു, നമ്മുടെ ത്വക്കിൽ കൂടി സ്പർശനത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നു. ഇങ്ങനെ 5 രീതിയിൽ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ സെൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രപഞ്ചമുണ്ട് എന്നുള്ള ആ ഒരു തോന്നല്, ആ ഒരു അനുഭൂതി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് പോകുന്നത് മനസ്സാണ് പുറത്തേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മനസ്സ് ഈ പഞ്ചേന്ദ്രിയത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീതി നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം നമ്മൾ ഗാഢനിദ്രയിലാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മനസ്സിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് പോകുമ്പോൾ പൂവിൽ നിന്ന് വാസന കാറ്റ് എങ്ങനെയാണോ, എപ്രകാരമാണോ വഹിച്ചു കൊണ്ടു പോകുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിൽ ഏതാണോ അധികരിച്ച് നിൽക്കുന്നത് ആ ഗുണവുമായിട്ടാണ് മനസ്സ് നേരെ പുറത്തേക്ക് പോകുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മനസ്സിൽ കോപമോ വെറുപ്പോ അഹങ്കാരമോ കൂടി നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി തനിക്ക് ചുറ്റും കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഈ കണ്ണിലൂടെ ആയിരിക്കും. ഇങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുക. ഈ പറഞ്ഞ പ്രകാരമാണ് ഈ 3 വിധ ഗുണങ്ങളും കൊണ്ട് ഏതൊരു വ്യക്തിയുടെയും മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞത് മനസ്സിന്റെ ഒരു ശാസ്ത്രമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ 3 ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിൽ ഈ സത്വഗുണം അധികരിച്ച് നിൽക്കുമ്പോൾ
ഒരാളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതായത് വർത്തമാന കാലത്തും ഭാവി കാലത്തും തനിക്ക് അനുഗ്രഹവുമായിട്ട് വരുന്ന രീതിയിൽ മാത്രമേ അയാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. ഈ വർത്തമാന കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ, അതാണ് വർത്തമാനകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രജോ ഗുണം അധികരിച്ചു നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത്യാഗ്രഹമുള്ളവരായിരിക്കും. അതായത് അത്യാഗ്രഹം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ കരുതേണ്ടത് രജോ ഗുണം അധികരിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അസൂയയും ഉണ്ടാകും. അതായത് മറ്റൊരാൾ അയാൾക്ക് കഴിവുണ്ടെങ്കിൽ പോലും തന്നേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നത് ഇവർക്ക് താങ്ങാൻ കഴിയില്ല. അത് ഇവർക്ക് വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് രജോ ഗുണത്തിന്റെ ലക്ഷണമാണ്. ഇനി അടുത്തത് തമോ ഗുണം. തമോ ഗുണം ഒരു വ്യക്തിയിൽ അധികരിച്ചു നിൽക്കുമ്പോൾ കാണുന്ന ലക്ഷണം എന്താണെന്ന് ചോദിച്ചാല് അറിവില്ലായ്മയും അഹങ്കാരവുമാണ്. തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങൾ അതാണ്. അതായത് തനിക്ക് വർത്തമാന കാലത്തിലും ഭാവി കാലത്തിലും അനിഷ്ടങ്ങളും അരിഷ്ടതകളും ഉണ്ടാക്കുന്ന പ്രവൃത്തി മാത്രമേ ആ വ്യക്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. ഈ പറഞ്ഞ വിധമാണ് ഈ 3 ഗുണങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദൈവിക ഗുണത്തെ കുറിച്ചാണ്, അതായത് സത്വഗുണം. അപ്പോൾ ഈ പറഞ്ഞ ദൈവിക ഗുണം ആരിലാണോ അധികരിച്ചു നിൽക്കുന്നത് അയാളിലാണ് ഈ പറഞ്ഞ പോലെ നഖത്തിൽ ഈ ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകം ഓർക്കുക, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് പ്രത്യക്ഷപ്പെടാറുള്ളൂ. അപ്പോൾ ആ സമയം ദൈവിക ഗുണങ്ങൾ അധികരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരിൽ ഇത് പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഇനി ഇത് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഇത് നഖത്തിൽ പ്രത്യക്ഷപ്പെട്ടാല് ആ വ്യക്തി ഏത് മേഖലയിൽ ചെന്ന് തൊട്ടാലും അതിലെല്ലാം വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാല് ഭാഗ്യം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീയില് ഈ പറഞ്ഞ ലക്ഷണം കണ്ടു കഴിഞ്ഞാല്, നഖത്തില് അർദ്ധചന്ദ്രക്കല വന്നു കഴിഞ്ഞാല് ആ സ്ത്രീ വിവാഹം കഴിച്ച് ചെല്ലുന്നിടം ആ സ്ത്രീക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് 12 വർഷത്തെ സമയമുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല വിവാഹബന്ധം ആ സ്ത്രീക്ക് വന്നു ചേരും. അതുപോലെ ഒരു പുരുഷനാണ് നഖത്തിൽ ഈ ചന്ദ്രക്കല വരുന്നത് എന്ന് വയ്ക്കുക, അതായത് വിവാഹത്തിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. ആ വ്യക്തി വിവാഹത്തോടത്ര താല്പര്യമില്ലാത്തവനാണെങ്കിൽ പോലും വലിയ ജ്ഞാനിയായി തീരുന്നതാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ അധോമുഖനായ ജീവിതത്തിൽ ഉൾവലിയും എന്നല്ല ഇതിനർത്ഥം. എല്ലാത്തിലും സൗമ്യമായിട്ട് പങ്കെടുക്കുകയും ഉന്നത ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയിലാണ് ഇത് കാണുന്നതെങ്കിൽ ആദ്യം നമ്മൾ വിവാഹത്തിന് മുൻപുള്ള സ്ത്രീയിൽ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നാൽ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ആ സ്ത്രീക്ക് മക്കളെ കൊണ്ട് പലവിധ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എന്ന് വെച്ചാല് മറ്റുള്ളവർ ഇവരുടെ മക്കളെ പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് ഇവരുടെ കാതുകൊണ്ട് ശ്രവിക്കാൻ ഇടവരും. ഒരു മാതാവിനെ സംബന്ധിച്ച് ഇതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് വേണ്ടത്, അല്ലെ? ചുരുക്കി പറഞ്ഞാല് മക്കളെ കൊണ്ട് പരിപൂർണ സംതൃപ്തി അനുഭവിക്കാൻ ഭാഗ്യം കൈവരുന്നതാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞൊരു പുരുഷനിലാണ് ഈ അർദ്ധചന്ദ്രക്കല കാണുന്നത് എങ്കിൽ സുഹൃത്തുക്കളും സമ്പാദ്യവും ഇവർക്ക് ഉയരുന്നതാണ്. ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ കടന്നു വരും. നല്ലൊരു ജീവിതം, മെച്ചപ്പെട്ട ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാരിലാണ് നഖത്തില് ഈ അർദ്ധചന്ദ്രക്കല എന്ന ലക്ഷണം കാണുന്നതെങ്കിൽ അവര് ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഒരുപക്ഷെ ആ വ്യക്തി പരമശിവന്റെ ഭക്തനാണെങ്കിൽ പൊന്നിൻ കുടത്തിന് പൊട്ട് എന്ന പോലെ ഭഗവാന്റെ മുഴുവൻ അനുഗ്രഹവും കിട്ടുന്ന ഒരു അപൂർവ ജന്മമായി തീരുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഈ 3 ചന്ദ്രക്കലകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ചന്ദ്രക്കല ഏതാണെന്നതാണ് പറയുന്നത്. അത് ഏറ്റവും ചെറുത്, അതായത് 25% താഴെയുള്ള ഷെയ്പ്പൊത്ത ചന്ദ്രക്കലയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചന്ദ്രക്കല എന്ന് പറയുന്നത്. അതായത് പരമശിവന്റെ തിരുനെറ്റിയിലിരിക്കുന്ന ചന്ദ്രക്കലയ്ക്ക് സമമായിട്ടുള്ള ചന്ദ്രക്കല ശാസ്ത്രപ്രകാരം ഇവർക്കാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാല്, കൈനഖത്തില് ഈ ലക്ഷണം ഉണ്ടായിട്ടും വെറുതെ ഇരുന്നാൽ, അതായത് ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അത് അനുഭവത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നായിരിക്കും.
തീർച്ചയായും അനുഭവത്തിലേക്ക് വരുന്നതാണ്. പക്ഷെ അത് ഭാഗികമായിരിക്കും. എന്നാൽ ഈ സമയം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ഇതിന്റെ പരിപൂർണ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതായത് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തേണ്ടതില്ല. താല്പര്യമുണ്ടെങ്കിൽ നടത്താം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവര് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. അങ്ങനെ മാസത്തില് 4 പ്രാവശ്യം, ഒരു വർഷത്തില് 48 പ്രാവശ്യം നടത്താവുന്നതാണ്. ഇങ്ങനെ വെറുതെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടും കാര്യമില്ല. അവിടുത്തെ പ്രധാന വഴിപാടായിട്ടുള്ള ഒരു വഴിപാട് കഴിപ്പിക്കേണ്ടതാണ്. അതായത് ജലധാര കഴിപ്പിക്കേണ്ടതാണ്. നമുക്കറിയാം ശിവന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ് ജലധാര, പരമശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ഇനി ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ പോകാൻ സാധിക്കുന്നില്ല, മാസത്തിലാകെ 2 പ്രാവശ്യമേ പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷത്തിലാകെ 6 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം അങ്ങനെ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ട ജലധാര മുന്നേ ഷീട്ടാക്കാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് നടത്തുന്നതിലും തെറ്റില്ല. അതായത് മക്കളെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടോ ഈ ജലധാര മുടങ്ങാതെ നടത്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ ഒരു വർഷത്തേക്ക് ചീട്ടാക്കുക. അങ്ങനെയാകുമ്പോൾ ക്ഷേത്രം അധികാരികൾ തന്നെ കൃത്യമായിട്ട് അത് നടത്തിക്കൊള്ളും. ഇങ്ങനെ ക്രമമായി ജലധാര നടത്തിക്കൊണ്ടു പോയാൽ മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. സകല പാപങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങളുടെ ഫലവും ചില ഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ അറിയാതെ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ ജലധാര കഴിപ്പിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നഖത്തില് അർദ്ധചന്ദ്രക്കല വന്നതിന്റെ പരിപൂർണ സൗഭാഗ്യം അനുഭവിക്കാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നഖത്തില് ഈ പറഞ്ഞതുപോലെ അർദ്ധചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാല് അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങള്. പലരും ഇതിന് വലിയ പ്രാധാന്യം നൽകാറില്ല അല്ലെ, നിസാരമായിട്ട് തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.